ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠക്കാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് അമാവാസിയാണ്. സാജിറ്റേറിയസ് സോഡിയാക് സൈനിലാണ് ഈ അമാവാസി നടക്കുന്നത്. ഈ വർഷത്തെ അവസാനത്തെ അമാവാസിയാണ്. ഈ അമാവാസിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെ എന്നാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ തമ്മിലിത്തെ 3 ചിത്രങ്ങളോ അല്ലെങ്കിൽ ഈ കാണുന്ന 3 ഡെക്കുകളോ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്ത് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ അത് ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ. ഈ അമാവാസിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് 1ന് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? Clarify the Ten of Cups. Thank you. Clarify the Nine of Wands. അണ്ടർലൈൻ എനർജി പേജ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു മേഖലയിലാണോ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടാകുക, അവിടെ ഞാൻ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ആ ഒരു മേഖലയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് സ്ട്രഗിൾസിലൂടെ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ, ചാലഞ്ചസിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ മാത്രം അതവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതിനേക്കാളും നിങ്ങൾ ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് ഇപ്പോഴും സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നെപ്പോഴും ഓർക്കുക. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നടന്ന പല കാര്യങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് കാണുന്നു. ഇനി എന്താണ് നടക്കാനിരിക്കുന്നത്, എങ്ങനെയാണ് ഇവിടെ നിന്ന് ഒരു പുരോഗതി ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഞാൻ കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഇപ്പോഴത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ലൈഫിൽ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഫോക്കസ് ചെയ്ത് അതിനായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നേടിയെടുക്കുന്നതിന് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പ്രയത്നിക്കാൻ പറയുന്നു. അതായത് അതെന്തിനാ ചെയ്യണമെന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത് എപ്പോഴാണ് സംഭവിക്കുക, എപ്പോഴാണ് ഈ മാറ്റം ഉണ്ടാകുക, അല്ലെങ്കിൽ എന്താണ് ഈ മാറ്റം ഉണ്ടാകാത്ത, ഇങ്ങനത്തെ ചിന്തകളൊന്നും നിങ്ങളെ അപ്പോൾ അധികം അലട്ടില്ല. അതിനുള്ള സമയം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ. നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു ഓവർ തിങ്കിങ് ഇല്ലാതാക്കുന്നതിനും നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പൊ നിങ്ങളെ ഈ ഒരു മേഖലയിൽ നിങ്ങൾ എന്താണ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കും. നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടേർഡ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റം കൊണ്ടുവരുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് എത്തും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിലായിരിക്കണം നിങ്ങൾ. അപ്പോഴാണ് ഈ പറയുന്ന ഒരു അവസരത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം അവിടെ ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത് വേണ്ട വിധം നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഗൈഡൻസ് ഫോളോ ചെയ്താൽ ആ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇത് മിക്കതും ഒരു ഐഡിയ ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ചെയ്തു നോക്കാം, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്തു നോക്കാം. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഐഡിയ ആയിട്ടാണ് ഈ ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നു. അതായത് ഇന്ന ദിശയിലൂടെ പോകാം, ഇന്ന രീതിയിൽ ആക്ഷൻ എടുക്കാം എന്നുള്ള തോട്ട്, ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരികയാണ്. അങ്ങനത്തെ ഒരു ഇതാണ് കാണുന്നത്. അത് നിങ്ങളുടെ ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റ് ആണ് എന്നാണ് ഞാൻ കാണാനായിട്ട് സാധിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഡയറക്ട്ലി ആ ഒരു എന്താ പറയണ്ട അവസരം കൊണ്ടു തരികയാണ് നിങ്ങളിലൂടെ. അതൊരു എക്സ്റ്റേണൽ പാർട്ടി അല്ലെങ്കിൽ എക്സ്റ്റേണൽ എനർജിയിൽ നിന്നല്ല, നിങ്ങൾക്ക് നേരിട്ടാണ് ആ ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവുമ്പോൾ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു
നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ, ആ ഒരു സ്പെസിഫിക് ആക്ഷൻ അതെന്തായാലും നിങ്ങൾ എടുത്തിരിക്കണം. അതെങ്ങനെയായിരിക്കും, സക്സസ്ഫുൾ ആയിരിക്കുമോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. യൂണിവേഴ്സ് തരുന്ന ഒരു ഐഡിയ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സ് തന്നിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് എന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് നിങ്ങൾ അത് ഫോളോ ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അത് ഇപ്പൊ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്താണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ അതിന് റെഡിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ പൂർണ്ണമായും ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്കിത് സാധിക്കും. നിങ്ങൾക്ക് ഈ അവസരം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ എപ്പോഴാണോ ആ ഒരു അവസരവുമായി മുന്നോട്ട് പോകുന്നത്, ആ ഗൈഡൻസ് ഫോളോ ചെയ്ത് വേണ്ട വിധത്തിലുള്ള ആക്ഷൻസ് എടുക്കുന്നത്, അവിടെ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടായിരിക്കും. വളരെ വൈകാതെ തന്നെ നിങ്ങളുടെ നേട്ടത്തിനെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു സ്ട്രോങ് മെസ്സേജ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന സൈൻസ്, നിങ്ങൾക്ക് ലഭിക്കുന്ന സിങ്ക്രണിസിറ്റീസ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻറ്റ്യൂട്ടീവ് നഡ്ജസ്, ഓക്കെ, അതൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ പറയുന്നു. ഡിസ്ട്രാക്റ്റഡ് ആകാതെ ഇരിക്കുക. കാരണം മാക്സിമം നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കാണുന്ന സയൻസ് ഒക്കെ മനസ്സിലാക്കാനും അത് കൃത്യമായി ഇന്റർപ്രറ്റ് ചെയ്ത് അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കാനും സാധിക്കുള്ളൂ. അതോടൊപ്പം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുന്നതും നല്ലതാണ്, പക്ഷേ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സെൽഫ് കെയറും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് അതുപോലെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കൺസിസ്റ്റന്റ്ലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും എത്രത്തോളം നിങ്ങൾ ആ സ്പിരിച്വൽ ആക്ടിവിറ്റി കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നോ, ഈ ഒരു പർട്ടിക്കുലർ ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അത് ശരിയായ രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഈ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിനുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു എനർജി ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സൈക്കിക് സൈഡ് ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ് ഒക്കെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസസ് അത് യൂണിവേഴ്സ് തരുന്നതാണെന്ന് തിരിച്ചറിയാനും അതെന്താണ് എന്താണ് യൂണിവേഴ്സ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ എനർജറ്റിക്കൽ അപ്ഗ്രേഡിനും നിങ്ങളുടെ ഈ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന, ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റ് ഒക്കെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ സ്പിരിച്വൽ പ്രാക്ടീസസ് കൃത്യമായി ചെയ്യുക. ഇനി നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യണം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ അത് ചെയ്ത് തുടങ്ങുക. അതിന് ഇനിയൊരു പെർഫെക്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ ഒരു ശുഭമുഹൂർത്തം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നമുക്ക് അണ്ടർലൈങ് എനർജി ചാരിയറ്റ് കാർഡാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ മുറുകെ പിടിച്ച് അതിൽ കോംപ്രമൈസ് ചെയ്യാതെ അത് നടക്കുമെന്ന് വിശ്വസിച്ച് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം. ഗ്രൂപ്പ് 1 ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ദയവ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിലും അറിയിക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു അമാവാസി ദിനത്തിൽ, ഓക്കെ, ഈ അമാവാസിയുടെ അവസരത്തിൽ, ഈ 2025 അവസാനത്തെ അമാവാസിയാണ്. സാജിറ്റേറിയസ് സോഡിയാക് സൈനിലാണ് ഈ അമാവാസി നടക്കുന്നത്. യൂണിവേഴ്സ് ഗ്രൂപ്പ് 2 നൽകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക സന്ദേശം എന്താണ്? യൂണിവേഴ്സ് ഗ്രൂപ്പ് 2 നൽകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക സന്ദേശം എന്താണ്?
ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പറിൽ നിന്ന്, ഓക്കെ, നിങ്ങളുടെ സോൾ ഫാമിലിയിലുള്ള ഒരു മെമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ട്രൈബിലുള്ള ഒരു മെമ്പറിൽ നിന്ന്, അതായത് നിങ്ങളുടെ സോൾമേറ്റിൽ നിന്ന്, ഓക്കെ. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സോൾമേറ്റ്സ് ഉണ്ടെന്ന് എപ്പോഴും മനസ്സിലാക്കുക. അതാണ് ഈ സോൾ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ എല്ലാവർക്കും റൊമാൻറ്റിക് പൊട്ടൻഷ്യൽ ആയിരിക്കില്ല. ഓക്കെ, റൊമാൻറ്റിക് പൊട്ടൻഷ്യൽ ഉള്ളവരുണ്ട്, ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു സോൾമേറ്റിനെ കാണുന്നുള്ളൂ, റൊമാൻറ്റിക് അല്ലെങ്കിൽ പ്ലറ്റോണിക് ഒന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ അവരിലൂടെ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു സഹായം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസരം അവരിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇത് ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ആ മേഖലയിൽ നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ വേഗം എത്തിക്കുന്നതിന് ഒന്നുകിൽ അവരൊരു സഹായമായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ അവർ അതിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് ഒരു അവസരമായിട്ടാണ് വരിക. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. അപ്പൊ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കുറച്ചൊന്ന് ഓവർ തിങ്ക് ചെയ്യാൻ, കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അത് വേണോ വേണ്ടയോ, നല്ലതാണോ, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളോട് പറയുന്നത്, ഇത് കുറച്ച് നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനും മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ റിസർവ് ചെയ്യുന്നതാണോ, അങ്ങനത്തെ ഒക്കെ ഒരു എന്താ പറയണ്ട കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകൾ നിങ്ങളെ ഓവർ പവർ ചെയ്യാനും, നിങ്ങൾ ഒരു ഹെസിറ്റൻസ്, അതായത് ഒരു മടി കാണിക്കുക, ആ ഒരു അവസരം ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ സഹായം സ്വീകരിക്കുക, അങ്ങനത്തെ ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ പാടില്ല എന്ന് പറയണു. നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ എടുക്കുന്നത്, ആ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വളർച്ച കൊണ്ടുവരുന്നതിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ തുടക്കത്തിന് ഈ ഒരു സഹായം അല്ലെങ്കിൽ ഈ ഒരു അവസരം നിങ്ങളെ സഹായിക്കും. അപ്പൊ അതിന് നിങ്ങൾ എന്തായാലും അത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്ന, ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി തരുന്ന ഒരു അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇത് ലോങ് ടേം ആണ് എന്ന് ഞാൻ കേൾക്കുന്നു. ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം കേട്ടോ. എന്നിരുന്നാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ലൈഫിൽ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തിക മേഖലയിലും ഒരു സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് വളരെ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു സഹായം നിങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ. ഓക്കെ, നമുക്ക് അണ്ടർലൈൻ എനർജി ആയിട്ട് വീണ്ടും ഏസ് ഓഫ് വാൺസ് വന്നിരിക്കണേ. കുറച്ചൊരു എക്സൈറ്റിംഗ് ആണ്. എനിക്കിത് വളരെയധികം സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട ഒരു അവസരം അല്ലെങ്കിൽ ഒരു സഹായം എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ അനാവശ്യമായിട്ടൊരു ഈഗോന്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സ് ആണ് ഇതിന്റെ ഒക്കെ പിന്നില് നിയന്ത്രിക്കുന്ന ആ ഒരു ശക്തി എന്ന് മനസ്സിലാക്കുക. ആ വ്യക്തിയെ കൊണ്ട് നിങ്ങളിലേക്ക് ആ സഹായം എത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു അവസരം എത്തിക്കുന്നത് യൂണിവേഴ്സ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ അനാവശ്യമായിട്ടുള്ള ഒരു മടി അല്ലെങ്കിൽ ആ ഒരു സഹായം സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഇല്ലാണ്ടാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പ്രോഗ്രസ്, ആ പെർട്ടിക്കുലർ മേഖലയിൽ ആ പ്രോഗ്രസ് കൊണ്ടുവരുന്നതിന്, എത്രയും പെട്ടെന്ന് ആ ഒരു വളർച്ച കൊണ്ടുവരുന്നതിന്, പുരോഗതി കൊണ്ടുവരുന്നതിനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളിപ്പോൾ അവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഒറ്റയ്ക്കാണ്, നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആണ്. അതിൽ നിന്ന് യൂണിവേഴ്സ്, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊമെന്റ് വരെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യത്തിൽ യൂണിവേഴ്സിന് താല്പര്യമില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വിട്ടുകൊടുത്തിട്ടില്ല, നിങ്ങൾ അത് വേണ്ടാന്ന് വെച്ചിട്ടില്ല. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങൾ എന്താ പറയണ്ടേ, എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് ഒരു പീക്ക് പോയിന്റിൽ എത്തുക എന്ന് പറയില്ലേ, ഇനി ഇതിനപ്പുറം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അവിടെ ഈശ്വരനാണ് ഇനി ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നതാണ്. ഓക്കെ, വ്യക്തമായ ഒരു പ്രോഗ്രസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ വേണം ആ ഒരു അവസരത്തിൽ സ്വീകരിക്കുക. ഇത് എനിക്ക് ഡിസേർവ് ചെയ്യുന്നതാണ്, ഇതെനിക്ക് അർഹതപ്പെട്ടതാണ്, ഇതെനിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും, ഈ സഹായം എനിക്ക് അർഹതപ്പെട്ടതാണ്, എനിക്ക് യൂണിവേഴ്സ് ആണ് ഈ വ്യക്തിയിലൂടെ കൊണ്ടുതരുന്നത് എന്ന ആ ഒരു പെർസ്പെക്റ്റീവോടെ, കാഴ്ചപ്പാടോടെ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറയുന്നു. ഇത് നിങ്ങൾ എടുത്ത ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് ആണ്. നിങ്ങൾ ഇത്രയും നാൾ പരിശ്രമിച്ചല്ലോ, അതിന്റെ റിസൾട്ട് ആണ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് നോക്കൂ, ഏസ് ഓഫ് സൂട്ട്സ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പെർട്ടിക്കുലർ ആ ഒരു മേഖലയിൽ നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ, ഒരു വിജയമാണ് ഉണ്ടാകുന്നത്. ലൈഫിൽ വളരെ നല്ല നല്ല മാറ്റങ്ങളാണ് വരുന്നത്. നിങ്ങൾ കാത്തിരുന്നതിന്റെ, നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ആ ഫലമാണ്. ഓക്കെ, അതാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്.
അതിലേക്ക് എത്തിക്കാനുള്ള ഒരു നിമിത്തം മാത്രമാണ് ഈ ഒരു വ്യക്തി, ആ വ്യക്തിയിലൂടെ വരുന്ന ഒരു സഹായം അല്ലെങ്കിൽ ആ ഒരു ഓഫർ. ഓക്കെ, അത് നിങ്ങൾക്ക് കണ്ടോ ആ സൺ കാർഡ് കാണിക്കുന്നത് ഡെഫിനറ്റ് യെസ് ആണ്. നിങ്ങൾ അത് സ്വീകരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് നല്ലതിനാണ്, നിങ്ങൾ അർഹതപ്പെട്ട കാര്യമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് അപ്പൊ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ കാരണം അത് വേണ്ടാന്ന് വെക്കരുത്. ഓക്കെ, മടി കാണിക്കരുത്, അത് സ്വീകരിക്കുക. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക, നിങ്ങൾ അത് സ്വീകരിക്കുക. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ വ്യക്തിയും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സിന്റെ നിയന്ത്രണം ഉണ്ട്, പക്ഷെ എന്നാൽ അവർക്ക് ആ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളത് ഡിസേർവിംഗ് ആണ്, അത് അവർക്കും അറിയാം, ഈ തരുന്ന വ്യക്തിക്കും അറിയാം. അപ്പൊ നിങ്ങളുടെ അവിടെ അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ ആൻസൈറ്റി അല്ലെങ്കിൽ ഓവർ തിങ്കിങ് അവിടെ ഇതിനിടയിലേക്ക് കടന്നു വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ഞാൻ ഡെക്ക് കട്ട് ചെയ്തപ്പോൾ ഈ സെറ്റ് ഇങ്ങനെ പൊന്തി അതിന്റെ താഴെ നോക്കൂ, 9 ഓഫ് കപ്സ്, മുകളിൽ 10 ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും, നിങ്ങളുടെ ഫാമിലിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും, നിങ്ങളൊരു വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു ലൈഫ് കുറച്ചുകൂടെ സ്മൂത്തർ ആക്കാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ലൈഫ് കുറച്ചുകൂടെ ആസ്വാദ്യകരമാക്കാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സിന്റെ ഈ സഹായം, യൂണിവേഴ്സിന്റെ ഈ ഒരു ഓഫർ, യൂണിവേഴ്സ് നൽകുന്ന ഈ ഒരു അവസരം നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പറിലൂടെ 2 കൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കണം. വീണ്ടും കട്ട് ചെയ്തപ്പോൾ സൺകാർഡ വരുന്നത്. ഇതിനപ്പുറം ഇനിയൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നല്ലതേ സംഭവിക്കും. ആ ഒരു തീരുമാനം നിങ്ങളുടെ അടുത്ത് ഏറ്റവും നല്ല തീരുമാനമാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തമ്മിലിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ അമാവാസിയുടെ അവസരത്തില് ന്യൂ മൂൺ സാജിറ്റേറിയസ് സോഡിയാക് സൈനിലാണ് ഈ അമാവാസി നടക്കുന്നത്. 2025 അവസാനത്തെ അമാവാസി. ഓക്കെ, ഈ അമാവാസിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് 3ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? Queen of Swords ആണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ്. Clarify the Queen of Swords. Okay. Clarify the Four of Cups. Clarify the Nine of Wheels. Clarify the Two of Cups. ഓക്കെ, ഇവിടെ ഒരു റൊമാൻറ്റിക് എനർജി നമുക്ക് കിട്ടുന്നു. ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി കിട്ടുന്ന കിങ് ഓഫ് സോർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ എംപ്രസ് ആണ് വരുന്നത്. നമുക്കിവിടെ ഇനി ഓക്കെ, അപ്പൊ നമുക്കിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് നിങ്ങളുടെ ബൗണ്ടറി നിങ്ങൾ വളരെ സ്ട്രോങ് ആക്കി വെക്കേണ്ട ഒരു ആവശ്യകത പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ആ ബൗണ്ടറി വളരെ സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരാളായിരിക്കും. സ്ട്രോങ് ബൗണ്ടറീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് നല്ലതാണ്. ഹെൽത്തി ആയ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ
പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റില് ഓക്കെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അത് അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാഞ്ഞത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളതിന് പകൽ പോലെ വ്യക്തമായ ഒരു എന്താ പറയാ റീസൺ നിങ്ങൾ അറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് അത്രയും വ്യക്തമായ രീതിയിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ആ കാരണം എന്താണെന്നുള്ളത് ഓക്കെ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലൊരു സമാധാനം തരുന്നതായിട്ട് കാണുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു നിരാശ നടക്കാതെ പോയതിന്റെ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്കൊരു നിരാശ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വിഷമം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മുക്തി ലഭിക്കുകയാണ് ഈ ക്ലാരിറ്റി വരുന്നതോടുകൂടെ ഓക്കെ ഈ റീഡിങ്ങുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം പറയട്ടെ ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് എന്തോ ഒന്നും അലർജി ഉണ്ട് എനിക്ക് ആകെ ഇങ്ങനെ എന്താ പറയാ കണ്ണ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക ഇപ്പൊ ജലദോഷം വന്ന പോലെ ആയിരിക്കുന്നത് എന്റെ ശബ്ദത്തിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയില്ല അത് കാരണതാ ഭയങ്കരമായിട്ട് പൊടി ഓക്കെ അപ്പൊ അത് തന്നെ എന്റെ സംസാരത്തിൽ ചിലപ്പോ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പോസ് ഉണ്ടാവും അത് വേറെ ഒന്നുമല്ല കേട്ടോ ഈ അലർജിയുടെ പ്രശ്നം കൊണ്ടാ ഓക്കെ അപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം അപ്പൊ ആ ഒരു നിരാശ നിങ്ങൾക്ക് ഉണ്ടായത് ആ നഷ്ടബോധം അത് നിങ്ങൾക്ക് ഇല്ലാണ്ടാവും നിങ്ങൾക്ക് കാരണം മനസ്സിലാവും ഇന്നതുകൊണ്ടാണ് അത് സംഭവിക്കാഞ്ഞത് ഇന്ന കാരണം കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ പാർട്ണർ ആകാഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് പിന്നെ അവിടെ വിഷമില്ല കാരണം നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടുകയാണ് ഇത്ര നാളെ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു വിഷമം ഉണ്ടായിരുന്നത് ഇനി ആ ഒരു സത്യമായിട്ട് പുറത്തു വരാന്ന് പറയില്ലേ അത് ഇന്നതുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാണ് അപ്പൊ നിങ്ങൾ ഓക്കെ പിന്നെ ചിലപ്പോ അതെന്ന് പറഞ്ഞാല് ഒരു നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചില്ല നിങ്ങൾക്ക് സ്വയം ആ തിരിച്ചറിവ് ഉണ്ടാവുക അതായത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാകുന്നു നിങ്ങൾക്ക് എന്താണ് അർഹതപ്പെട്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവുകയാണ് അപ്പോഴാണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി അത് വർക്കൗട്ട് ആവില്ലായിരുന്നു അതൊരിക്കലും എനിക്ക് നല്ലതാവില്ലായിരുന്നു കാരണം ഞാൻ ആഗ്രഹിക്കുന്നതിന് എത്രയോ താഴെയാണത് എന്നുള്ള ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുക അങ്ങനെയും ഉണ്ടാകാം ഓക്കെ പക്ഷെ അതിനുള്ള സാധ്യത ഉണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അതിന് ആ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് പിന്നെ വളരെ ഒരു ഫ്രീ എനർജി ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു ഒരു ഫ്രീ സ്പിരിറ്റിന്റെ എനർജിയിലാണ് പിന്നെ നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എർജ് ഉണ്ടാവും നിങ്ങളെ സ്വയം ഒന്ന് കെയർ ചെയ്യുന്നതിനും ഇപ്പോൾ എന്താ പറയാ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാനും ആ സെൽഫ് കെയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനൊക്കെ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു താല്പര്യം കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഒരു സൈൻ ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ചെയ്യേണ്ടതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് ആ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നുന്നതും നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തതും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നതും എല്ലാം അതിനെല്ലാം നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളത് ചെയ്യുന്നു അതായത് വെറുതെ തോന്നൽ മാത്രമല്ല നിങ്ങൾക്ക് അത് ചെയ്യണമെന്ന് ശക്തമായ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം കാരണം ഈ ഒരു ഭാഗം ഈ ഒരു ആസ്പെക്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ റിലേഷൻഷിപ്പ് ആ പാർട്ട്ണർ ഓക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ കണക്ഷൻ ആ പാർട്ട്ണർ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് വേറെ ആരുമല്ല അവര് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് ഇത് അത്യാവശ്യമാണ് ആ ഒരു ജേർണി കുറച്ചും കൂടെ സ്പീഡ് ആവും ഓക്കെ അപ്പൊ അതിനാണ് നിങ്ങൾക്ക് ആ ഒരു ഈ ക്ലാരിറ്റി തരുന്നത് അപ്പൊ നിങ്ങൾ ആ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു ഓക്കെ ആ ക്ലാരിറ്റി കിട്ടുന്നതോടുകൂടി നിങ്ങൾ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പിന്നെ നിങ്ങളെ ആ പാസ്റ്റ് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾ ഒരു തരത്തിലും ഇപ്പൊ എഫക്ട് ചെയ്യുന്ന പോലെ ഇനി അത് എഫക്ട് ചെയ്യില്ല നിങ്ങൾ വളരെ ഡിറ്റാച്ച്ഡ് ആവും പെട്ടെന്ന് തന്നെയാണ് ഡിറ്റാച്ച്മെന്റ് സംഭവിക്കുക അതോടൊപ്പം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക നിങ്ങളിലേക്ക് തന്നെ നിങ്ങളെ തന്നെ ആ ഒരു സെൽഫ് കെയറിൽ ഫോക്കസ് ചെയ്യുക പ്രയോറിറ്റൈസ് ചെയ്യുക അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി അത്രയും ബ്യൂട്ടിഫുൾ ആവുകയാണ് അത്രയും പ്യുവർ ആവുകയാണ് അത് അപ്ഗ്രേഡഡ് ആവുകയാണ് ഓക്കെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോർട്സ് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട് അത് അലൈൻഡ് ആകുകയാണ് ക്ലാരിഫൈ ദ ത്രീ ഓഫ് സോർഡ്സ് യെസ് കണ്ടു ഈ ഒരു ക്ലാരിറ്റി വരുന്നതോടുകൂടെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതോടുകൂടെ അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു എർജ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ ഉള്ളിൽ ഉണ്ടാകുന്ന ശക്തമായ തോന്നലിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതോടുകൂടെ പെട്ടെന്നാണ് ഹീലിംഗ് സംഭവിക്കുന്നത് ഓക്കെ ശരവേഗത്തിൽ എന്നാണ് ഞാൻ കേൾക്കുന്നത് അത്രയും സ്പീഡിലാണ് നമുക്ക് ആ ഹീലിംഗ് സംഭവിക്കുന്നത് നിങ്ങൾ ആ റൈറ്റ് പാത്തിലൂടെ ഒരുപാട് ഇങ്ങനെ നിങ്ങളുടെ ലവ് ലൈഫിൽ പ്രത്യേകിച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ കുറെ ഒരു ഫാസ്റ്റ് പേസ്ഡ് ചേഞ്ച് പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾ അനുഭവിക്കാനും ഒരു സാധ്യത കാണുന്നു
ഓക്കെ, നമുക്ക് 3 കാർഡുകളുണ്ട്. ഇതിൽ ഏതാണ് ആദ്യം വെക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഒരു കൺഫർമേഷൻ എടുക്കട്ടെ. ഇവിടെ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ആക്ഷൻസ് എടുക്കാതിരുന്നിട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ സ്പൗസ്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ അഫർമേഷൻസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോപ്പോനോപ്പോണോ പ്രയർ. പക്ഷെ ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഹോപ്പോനോപ്പോണോ പ്രയർ നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് അങ്ങനെ നിങ്ങളെ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഉപരി ആ വ്യക്തി ലൈഫിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അവരുടെ ഒരു ക്ഷമ, ഈശ്വരൻ കൃത്യസമയത്ത് യൂണിവേഴ്സ് കൊണ്ടുതരും, അല്ലെങ്കിൽ ഈശ്വരൻ ആ വ്യക്തിനെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരും, എനിക്ക് ഉറപ്പാണ്. ആ ഒരു ടൈപ്പ് ഓഫ് ഞാൻ ആഗ്രഹിക്കുന്ന റിലേഷൻ എൻ്റെ ലൈഫിൽ എന്തായാലും ഉണ്ടാകും. ആ ഒരു വിശ്വാസം ഉള്ളിൽ സൂക്ഷിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ക്ഷമ നിങ്ങൾ കാണിച്ചതിന് അതിന്റെ ഒരു റിവാർഡാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇനി റിസീവ് ചെയ്യാൻ പോകുന്ന ഈ ഡിവൈൻ കൗണ്ടർ പാർട്ട് യൂണിയൻ, ഡിവൈൻ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എക്സാക്ട്ലി ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഡിവൈൻ ടൈമിങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഡിവൈൻ ടൈമിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെയാണ് എന്താ പറയാ, ആ പാസ്റ്റ് നിങ്ങളുടെ പ്രസന്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ആ പാസ്റ്റിന്റെ എനർജി ഇപ്പോഴും ഇങ്ങനെ എന്താ പറയാ ഇന്റർവൈൻ ചെയ്ത് കിടക്കാന്ന് പറയില്ലേ, നിങ്ങളിങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടുന്നത്. എന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല? ആ ക്ലാരിറ്റി കിട്ടുന്നതോടുകൂടെ നിങ്ങൾ ഫ്രീ ആയി. അപ്പൊ നിങ്ങൾ പിന്നെ ഇപ്പോൾ ആ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാണ്. ഇനി അങ്ങോട്ട് വളരെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ ഒരു ഹെൽത്തി, ഹാപ്പി, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കണക്ഷനിലേക്ക് നിങ്ങൾ എത്തുന്നത്, നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ എത്തുന്നത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിരിക്കും എന്ന് കാണുന്നു. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കണക്ഷൻ. നമ്മളിങ്ങനെ എല്ലാവർക്കും ഒരു എൻകറേജ്മെന്റ് നൽകുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു കണക്ഷനാണ് കാണുന്നത്. വളരെയധികം ഒരു എന്താ പറയാ, ഒരു ബ്യൂട്ടിഫുൾ എനർജി നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല രീതിയിലും. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കും. ഓക്കെ, അതാണ് കുറെ പേർക്ക് അതൊരു ആശ്ചര്യമായിരിക്കും. ഞാൻ പറഞ്ഞ് കട്ട് ചെയ്തപ്പോൾ 10 ഓഫ് വീൽസ് ആണ് കിട്ടിയത്. എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതായത് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ലോങ് ടേം കണക്ഷൻ ആണ്. ഇതാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവരുമായിട്ടുള്ള കണക്ഷൻ എല്ലാവരും പരസ്പരം അവർ പറയുന്നതാണ്, അവർ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ഒരാൾ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ബ്ലാക്ക് എന്നാ പറയാം. പക്ഷെ എന്നാൽ അവർ ഒരുമിച്ചുള്ള ആ ഒരു ലൈഫ് എന്ത് ബ്യൂട്ടിഫുൾ ആണ്. അവരുടെ ആ ഒരു വ്യത്യാസങ്ങൾ അവരുടെ ആ ഒരു ലൈഫിനെ വളരെ ബ്യൂട്ടിഫുള്ളി ആണ് അത് എന്താ പറയണ്ടേ ആവരണം ചെയ്ത് പോകുന്നത്. ആ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ആ വ്യത്യാസങ്ങൾ വളരെ നല്ല രീതിയിൽ ഒരുമിച്ച് തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻ. ആ ഒരു വ്യത്യാസങ്ങൾ ഒരു ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്ന, ഓക്കെ, അത് ആ റിലേഷൻഷിപ്പിന്റെ ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങളുടെ ആ ഒരു കണക്ഷനും എന്ന് പറയുന്നത് അത് വളരെയധികം എല്ലാവരും ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസസ്, അത് പലരും പറയല്ലോ ആ ഡിഫറൻസസ് ഉള്ളത് കൊണ്ട് നടന്നില്ല, അല്ലെങ്കിൽ വർക്കൗട്ട് ആയില്ല. അവരെയൊക്കെ എന്താ പറയണ്ടേ, ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന രീതിയിലുള്ള റിലേഷൻ ആയിരിക്കും നിങ്ങളുടെ. കാരണം നിങ്ങളുടെ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ്ങും സക്സസ്ഫുൾ ആയിട്ട് കുറേ കാലം മുന്നോട്ട് പോകുന്നത് ലോങ് ടേമിലേക്കുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ഇങ്ങനത്തെ എക്സ്ക്യൂസസ് കാണുന്നവർക്ക് ശരിക്കും ഒരു തിരിച്ചടി പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കണക്ഷൻ ആണ് ഞാൻ കാണുന്നത്. ഒരുപാട് ആ ഒരു നിങ്ങളുടെ ഒരു പവർ കപ്പിൾ വൈബ് ഒക്കെ എനിക്ക് നിങ്ങളുടെ കിട്ടുന്നുണ്ട്. യാത്ര ഉണ്ടാവാൻ സാധ്യത കാണുന്നു. ചെറുതെങ്കിലും ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ യാത്രയിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര ചെയ്ത് അങ്ങനെ നിങ്ങൾ എത്തുന്നിടത്തായിരിക്കാം ഈ വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരു യാത്രയുടെ എനർജി ഒക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ കണക്ഷനിലേക്കാണ് നിങ്ങൾ എത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരു എന്താ പറയാ, ഒരു ലവ് കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങൾ ഫസ്റ്റില് മീറ്റ് ചെയ്ത് പിന്നെയാണ് അതൊരു ഡെവലപ്പ് ചെയ്ത് ഒരു സ്ട്രോങ് കണക്ഷനിലേക്ക് എത്തുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി അങ്ങോട്ട്. ഓക്കെ, അതാണ് യൂണിവേഴ്സിന്റെ ഒരു പ്ലാൻ. ഇതിലൊരു ക്ലാരിറ്റി തരിക, പാസ്റ്റിൽ നിന്ന് റിലീസ് ചെയ്യുക, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ സ്വന്തം കമ്പനിയിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് ആ ലൈഫിനെ കൂടുതൽ സുന്ദരമാക്കാൻ നിങ്ങൾ ഡിവൈൻ കൗണ്ടർ പാർട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്.
അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും അവരുടെ ഒരു എൻട്രി, ആ ഒരു ഫസ്റ്റ് മീറ്റ്, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നു. മാത്രമല്ല ആ ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഹാപ്പി ഈക്വൽ ജിയോമെട്രിക് കണക്ഷൻ. ഞാൻ പറഞ്ഞപ്പോൾ നോക്കിയ സമയം 30-30. ഓക്കെ, നമ്മൾ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് ആണ് നമുക്ക് കാണുന്നത്. അത് നിങ്ങൾക്ക് പലർക്കും തോന്നുന്നു നിങ്ങൾ ലക്കാണ്, നിങ്ങൾക്ക് അങ്ങനെ സുഖമായിട്ട് കിട്ടിയെന്നൊക്കെ. പക്ഷെ നിങ്ങൾ ഒരുപാട് ചാലഞ്ചസിലൂടെ പോയിട്ടുണ്ട്, ഒരുപാട് കാലം നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കുറെ പേരൊക്കെ നിങ്ങൾ ഇതുവരെയും റിലേഷൻഷിപ്പിൽ ആകാത്ത ആളുകളായിരിക്കാം. പക്ഷെ നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. അത്രയും കാത്തിരുന്ന് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അത്. എല്ലാവർക്കും അത് അറിയണമെന്നില്ല. അപ്പൊ പലരും പറയുമ്പോൾ പറയും, ഓ അവർക്ക് എന്ത് സുഖം, ഇത് ലക്കാണ് നോക്കൂ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ കടന്നു പോയത് നിങ്ങൾക്കേ അറിയൂ. ഓക്കെ, ഇത് പറഞ്ഞവർ പറയട്ടെ, നമുക്ക് ലക്ക് ഉണ്ട് എന്ന് പറയുന്നത് നല്ലതാണല്ലോ. ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് കേൾക്കുന്നത് നല്ലതായിട്ട് കണക്കാക്കുക. ഓക്കെ, അത് കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം. ഗ്രൂപ്പ് 3 ഇതെല്ലാവർക്കും റെസനേറ്റ് ചെയ്യുന്നതല്ല, പ്രത്യേകിച്ച് സിംഗിൾ ആയിട്ടുള്ളവർക്കാണ് ഇത് റെസനേറ്റ് ചെയ്യാനായിട്ട് സാധ്യത കാണുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം സ്വീകരിക്കാം. ഈ ഒരു ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. എല്ലാ സന്ദേശങ്ങളും എല്ലാവർക്കും ഉള്ളതല്ല. ചില റീഡിംഗ് നിങ്ങൾക്കേ ഉള്ളതായിരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അത് ആ ഒരു അപ്രോച്ചോടെ വേണം നിങ്ങൾ കളക്റ്റീവ് ടാറോ റീഡിങ്സ്, എന്റേതെന്നല്ല ആരുടെ ആണെങ്കിലും കളക്റ്റീവ് ടാറോ റീഡിങ്സ് നിങ്ങൾ കേൾക്കുന്നതിനായിട്ട്. അപ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകൻ തട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.